ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് സവോള, 2 ക്യാരറ്റ്, 2 മുട്ട പുഴുങ്ങിയതാണ്, അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും സവോളയും ക്യാപ്സിക്കവും അതേപോലെ തന്നെ പുഴുങ്ങിയ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയും കൂടി ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും 1 സ്പൂണ് ചില്ലി ഫ്ലെക്സും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 3/4 സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ബ്രെഡ് ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ബ്രെഡും കൂടെ മുറിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഈ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതും ഈ ഷേപ്പ് മാത്രമല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ എടുത്തിട്ടുള്ള മിക്സ് എല്ലാം ഇതേപോലെ നമ്മളൊന്ന് റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഒരു ബ്രെഡ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. സൈഡൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരത്തിയെടുത്താൽ മതി. അതിനുശേഷം ഒരു സൈഡ് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഒരു സൈഡ് നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഈ ബ്രെഡിൻ്റെ നടുഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കിയും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ റോളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ റോളും ഇതിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എല്ലാ റോളും പാനിലേക്ക് വെച്ചതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിനി തിരിച്ച് മറിച്ച് വിട്ടിട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 4 സൈഡ് നന്നായിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് മാറ്റാവുന്നതാണ്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. സാൻഡ്വിച്ചിൻ്റെയൊക്കെ അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ സ്നാക്സ് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ 4 വശം നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്കിനി ഇത് മാറ്റാം. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാൻഡ്വിച്ചിൻ്റെയൊക്കെ അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പം ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.